ഹരേ കൃഷ്ണ. എല്ലാവർക്കും നിർമ്മലത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 7-ാം തീയതി. ഉണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജ അലങ്കാരം എന്താണെന്ന് അറിയാവോ? പൂർണ്ണത്രേസ്യനായിട്ടാണ് കേട്ടോ ഇന്നത്തെ അലങ്കാരം. അനന്തൻ്റെ മുകളിലിരിക്കുന്ന ഗുരുവായൂരപ്പനായിട്ടാണ് കേട്ടോ. രണ്ട് കാലുകളിലും പുൻതളകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. വലതുകാലം മടക്കി വെച്ചിട്ടും ഇടതുകാല് താഴോട്ടിട്ടിട്ടാണ്. ഇന്ന് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. 4 കൈകളോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ അലങ്കാരം. ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയാണ്. ഒരു കയ്യിൽ പത്മമുണ്ട്, നല്ല ഭംഗിയുള്ള പത്മമാണ് കേട്ടോ. അതുപോലെ തന്നെ ഗദ കളഭം കൊണ്ടാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത്. ശംഖും ചക്രവും സ്വർണം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത്. ആകെ തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രീലകത്ത്. അതുപോലെ തന്നെ അനന്തൻ ഇന്ന് വിരിഞ്ഞുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഉണ്ണിക്കണ്ണനെ തലയ്ക്ക് മുകളിൽ പത്തി വിടർത്തിക്കൊണ്ട് ഒരു കുട പോലെയാണ് കേട്ടോ. അതുപോലെ തന്നെ പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട് കേട്ടോ. കൂടെ 2 തിരുമുടിമാല വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അരയിൽ നല്ല രസമുള്ള ഒരു കിങ്ങിണിയും കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൽ ഉണ്ടമാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള തുളസിയും താമരയും വെച്ചിട്ടുള്ള ഉണ്ടമാലകൾ. നല്ല രസമുണ്ട് കേട്ടോ. മേൽവളകൾ, തോൾവളകൾ എല്ലാം ചാർത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ അലങ്കാരം പൂർണ്ണത്രേസ്യനായിട്ടാണ് കേട്ടോ. അനന്തൻ്റെ മുകളിലിരിക്കുന്ന ഗുരുവായൂരപ്പനായിട്ടാണ്. ഇടതുകാല് താഴോട്ടും വലതുകാലം മടക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ 2 കാലുകളിലും പുൻതളകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയാണ് കേട്ടോ. പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. കൂടെ 2 തിരുമുടിമാലയും ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇന്നത്തെ അലങ്കാരം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥനകൾ ഗുരുവായൂരപ്പൻ കൈകൊള്ളുമാറാകട്ടെ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ നാരായണ.